മോനാണല്ലോ. ഹലോ, ആ മോനെ ആണോ? ഒരാഴ്ചത്തെ ലീവ് കിട്ടിയോ? ഓ ആ അച്ഛൻ ഇവിടെ ആർക്കോ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ ബൈക്കോ? ആണോ? ആ ഞാൻ അച്ഛനോട് പറയാം. പറയാടാ, പറയാം. ആ ആ ശരി. ഇജ്ജ് സത്യം പറഞ്ഞ എവിടെ നിൽക്കണത്? എടാ അവിടെ റൗണ്ട് ബോട്ട് കണ്ട, റൗണ്ട് ബോട്ട് കണ്ട, റൗണ്ട് ബോട്ട് കണ്ട, അങ്ങനെ റൗണ്ട് ബോട്ട് കണ്ട. ആ അല്ല, അവിടെ കുറച്ചുകൂടി മാറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പോസ്റ്റ് കണ്ടോ അവിടെ? അതല്ല അത്ര ചെറുത്, ഇതുപോലത്തെ കുറച്ച് ഉയരമുള്ള, ഇതുപോലത്തെ കുറച്ച് ഉയരമുള്ള പോസ്റ്റ് കണ്ടോ? ആ ആ ആ നമുക്ക് പൊട്ടാനൊക്കെ വഴിയേറ്റി. ഇനി പാട്ട് കാര്യമില്ല. എന്താണ്? ഒരു മിനിറ്റ്, സോരിക്കട വന്നിട്ടുണ്ട്. അല്ല, സുമനേച്ചി വന്നിട്ടുണ്ട്. അതെ, അപ്പു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴോ? ആ ഞാൻ ഫോൺ റിങ്ങാണ് കേട്ട്. ആ അതന്നെ, ഓരോരാഴ്ചത്തെ ലീവിന് വരുന്നുണ്ട്. ആർക്കെന്തായാലും മെസ്സേജ് അയച്ചിരുന്നു. എന്താ വെച്ചിട്ടുണ്ടായിരുന്നു? ഈ വാട്സപ്പിൽ അയക്കണത് മെസ്സേജ്. ഭയങ്കര വിദ്യാഭ്യാസമുള്ള ഒരാള്. എനിക്ക് വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ പറമ്പിൽ തേങ്ങ പെറുക്കി വിറ്റാൽ മതി. എന്നിട്ട് എന്തേ? ആ പകരം അടുത്തുള്ളവരൊക്കെ പറമ്പ് മതിലൊക്കെ ഉയർത്തി കെട്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, ഓനൊരാഴ്ചത്തെ ലീവിന് വരുന്നുണ്ട്. അതായത് അപ്പൊ ഓനിക്ക് ഇവിടെ നടക്കാനൊരു ബൈക്ക് വേണം. ഇവിടെ അങ്ങോട്ട് പോകാനൊരു ബൈക്ക് വേണമെന്ന് അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലേക്ക് പറയുന്നു വേണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ബൈക്ക് മേടിച്ച് കൊടുക്കി. ഞാനോ? അല്ല പിന്നെ ഞാനോ? ഓർക്ക് ബൈക്ക് ഞാൻ വാങ്ങി കൊടുക്കേ? ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത, സ്കൂളിൽ പോകാത്ത, ടൗണിൽ സ്വന്തമായിട്ട് പോകുന്ന ചെയ്യാത്ത ഞാൻ ഓർക്ക് ബൈക്ക് എടുക്കാം, അങ്ങാടി പോയി ബൈക്ക് എടുത്ത് കൊടുക്കേ? വേണം. എന്തേ പറഞ്ഞത്? തൽക്കാലം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഓന്റെ കൂട്ടുകാർ വന്നിട്ട് ആകെ അലമ്പാക്കിയതാണ്. ഒന്നാരോടും പറയണ്ടെന്ന് ഓൻ പറഞ്ഞിരിക്കുന്നത്. ഓൻ വരുന്ന കാര്യം തന്നെ പറയണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ തൽക്കാലം പോയിട്ട് ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കും. ഞാനവിടെ പോയിട്ട് വകദേവിലാണ് തിരിഞ്ഞെടുക്കൂട്ട അങ്ങാടി പോയിട്ട് കാര്യം പറഞ്ഞ. എനിക്ക് ബൈക്കിന്റെ ഷോറൂം അറിയില്ല. ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നേരെ ഇവിടുന്നാണ്ട് പോകുമ്പോഴേ അവിടെയുള്ള ആ കവലയുള്ള ഓട്ടോക്കാരോട് ചോദിക്കുക. ഓലിക്ക് കറക്റ്റ് ആയിട്ട് ബൈക്കിന്റെ ഷോറൂം എവിടെയെന്ന് പറഞ്ഞു തരും. പറ്റുമെങ്കിൽ അവിടുന്ന് ഒരു ഓട്ടോയും വിളിച്ച് ബൈക്കിന്റെ ഷോറൂമിൽ പോവാ, കാര്യങ്ങൾ നടത്താൻ നേരെ ഇങ്ങോട്ട് തിരിച്ചു പോയി. ഞാൻ വഴി തെറ്റി എങ്ങനെ പോയി കൊടുങ്ങൂലേ? ഒരു കൊടുക്കലില്ല. ഞാനുണ്ട് സമാധാനിക്കും. ഞാൻ പോയിട്ട് വരുന്ന ഇന്നെന്താണ് ബാക്കിൽ വിളിക്കണത്? കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അതിനല്ല, കുറച്ച് ഗോതമ്പ് ഇവിടെ കഴുകിട്ട് ഉണക്കിയിരിക്കുന്നുണ്ട്. ആ ഒന്ന് പൊടിപ്പിച്ചിട്ട് കൊടുന്നേരം ഞാൻ ഇപ്പൊ കൊണ്ടുതരാം. ഗോതമ്പ് ഞാൻ പൊടിക്കണം കൊണ്ടിട്ട്? പിന്നെ ഞാൻ പൊടിക്കണോ? അല്ല ഇന്ന് എന്നെ പിടിച്ചോളി. കൊണ്ടുപോകാൻ പറ്റില്ല, ഇരുന്ന് തിന്നാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ദിവസത്തിനുള്ള ഉള്ളത്. നാളത്തേക്ക് വേറെ ഞാൻ ഉണ്ടാക്കണം. അതെ അതൊക്കെ അറിയാലോ. അതെ അതെ, ഇതൊക്കെ പിന്നെ എവിടെ പോയണം? ഭഗവാനേ, ഏട്ടാ നിങ്ങള് ഓട്ടോമോണ വണ്ടിയാ? ഏത് വണ്ടി എത്താ? ഏതാ വണ്ടി? CM വരും മുമ്പിലുള്ളത്. അവിടെ നിന്ന് വിളിക്കല്? ഹലോ, ആ ഒന്ന് ഓട്ടോ പോണല്ലോ. ഓട്ടോ എങ്ങോട്ടാ വണ്ടി? ടൗണിലേക്ക്. എത്ര രൂപ ആവും? ടൗണിലേക്ക് 60 രൂപ വരും. 60 രൂപ ആവും. ആ, അവിടെ നിന്ന് വരാനോ? അവിടെ നിന്ന് കണ്ടുവരാൻ കാശൊന്നും വേണ്ട. എന്നിട്ട് തെണ്ടി അതിനടുത്ത് ഇവിടെ വരെ വന്നതിന് പൈസ വാങ്ങിയല്ലോ, 60 റുപ്യ. തിരക്കടില്ലല്ലോ അത്. നിങ്ങളിപ്പോൾ എങ്ങോട്ടാ പോകേണ്ടിയാ പറയും. എനിക്ക് ടൗണിൽ പോകണം. ടൗണിൽ പോകാൻ കയറി വണ്ടി കയറി. അല്ല, ലഗേജിന് പൈസ ഉണ്ടോ? ലഗേജിന് പൈസ ഒന്നുമില്ല, ലഗേജിൽ വെച്ചു. ഓക്കെ, അത് കൊണ്ടുവന്ന് പൊടിച്ചു കൊടുന്ന് വിളിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവും. അത് പോയിട്ട് പൊടിച്ചു കൊടുക്കും. നിങ്ങൾ കയറി മനുഷ്യ, ഞാൻ വിട്ടുതരാം. ടൗണിൽ എന്താ വേണ്ടിയെന്ന് പറയും. ഇക്കൊരു പോയിട്ട് ഒരു ബൈക്കിന്റെ ഷോറൂം കാണാം. നിങ്ങൾക്ക് ബൈക്കിന്റെ ഷോറൂം അറിയാം? ബൈക്ക് വേണ്ടി ബൈക്ക് വാങ്ങാനാണ്. ബൈക്ക് വാങ്ങാനാ ഷോറൂം അറിയോ? ബൈക്കിന്റെ ഷോറൂം ടൗണിൽ നമ്മുടെ മാർക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ വിട്ടുതരാം. മാർക്കറ്റിന്റെ അവിടെ നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു. അവിടെ നിന്ന് കണക്കണമെന്ന് പറയാൻ നിൽക്കരുത്. നിങ്ങൾ കയറുന്നേ വല്ലാത്തൊരു ഇടങ്ങറായാലും ചെന്നിരുന്നിട്ട് പിന്നെ അത് വേറെ കേറി. കയറി ഇരുന്ന് വിട്ടോ, വണ്ടി എടുത്തോ. ഹലോ, ആ ബൈക്കിന്റെ ഷോറൂം അവിടെ അങ്ങോട്ടാ? അങ്ങോട്ട് പോണം.
ഓ പിന്നെ ഇവിടെ ബൈക്കിന്റെ ഷോറൂം ഏതാ പുതിയ ബൈക്ക് കിട്ടുന്ന കട? കുറച്ച് ദൂരം പോവാണ്ട് ഇനിയും ദൂരം പോകണ്ടോ? നിങ്ങളാരോ പറ്റിച്ചതാണ് സംഭവം. അപ്പോൾ ഓട്ടോക്കാരെ ഇവിടെ കൊടുത്ത് വിട്ടാൾ തന്നെ അവര് ചിലപ്പോൾ സ്ലിപ്പാക്കിയതാവും. വല്ലാത്തൊരു ഇടങ്ങരുത് പൊടിപ്പിക്കും വേണം. ഇനിയിപ്പോൾ സോറ് കൊടുക്കാൻ അതിന് പൈസ ഇല്ല കയ്യിൽ. വേണ്ട പൈസ കയ്യില്ല, പൈസ അത് വേണ്ട പൈസ ഇല്ല, അത് ശരിയാവില്ല. നിങ്ങൾ പൈസ കൊടുക്കും, എൻ്റെ അടുത്ത് പൈസ ഇല്ല, ആകെ പൊടിപ്പിക്കാനുള്ള പൈസ മാത്രമേ ഉള്ളൂ. അത് വേണ്ട അത് ശരിയാവില്ല, അത് നടക്കൂല. നമ്മൾ ഇത്ര പൈസയും മുടക്കി എൻ്റെ വാപ്പാനും പറ്റിച്ച് ഇത്ര നല്ലൊരു മാരേജ് ടൂർ എടുത്തു. ഒരാള് പോലും തിരിഞ്ഞു നോക്കില്ല കേട്ടാ. എത്ര നല്ല മാരേജ് ടൂറ് ഇത്രയും നല്ല ഇതാ. പോരെ. ഇത് നല്ലതാ മാരേജ് ടൂറ്. ഇതൊക്കെ കണ്ട ആര് വരാനാ ഇവിടെ? ഇതാണ് കൊടുക്കുന്ന മൊത്തത്തിൽ അടിപൊളിയല്ലേ? നല്ല അടിപൊളിയാ പണി. ഇത് കണ്ട ആർക്കും വരണ്ടേ? എങ്ങനെ വരാനാ? ഞാൻ ഇങ്ങോട്ട് പറഞ്ഞാണ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത സോഷ്യൽ മീഡിയയിൽ ചെയ്തില്ലേ? ആരൊക്കെ തിരിഞ്ഞു നോക്കിയാ? തിരിഞ്ഞു നോക്കുന്നു. ആ ഒരു കാര്യമില്ല. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പത്തെ മക്കള് ഫുള്ള് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കണ്ടുപിടിക്കുക, അതിൽ നോക്കുക, സെലക്ട് ചെയ്യുക, പോവുക. കല്യാണം കഴിച്ച് പോകും. എന്ത് ചെയ്യാനാ? നമുക്ക് വാടക കൊടുക്കണ്ടവനെ. ഇനി വാപ്പാനെ പറ്റിച്ചു ഇക്കണ്ട കാലം വാപ്പാനെ പറ്റിച്ച് ചോദിച്ചു പണി എടുക്കണ്ട വെച്ചിട്ടാണ് വാപ്പാനെ പറ്റിച്ച് ഇങ്ങനെ ലെവലാക്കി. ഈ വരുന്ന 3-ാം തീയതി കറണ്ട് ബില്ല് കൊടുക്കേണ്ടത്. ഓടിയിടാനാ പറഞ്ഞ സ്ഥിതിക്ക് ഇത് തന്നെ ആയിരിക്കും കടല്ലേ? ബൈക്കൊന്നും കാണാനില്ലല്ലോ. ഓഫീസാവും. ഒരു കളവും വരുന്നുണ്ട്. ചിലപ്പോ പുള്ളിന്റെ മോനോ മോക്കോ ഒക്കെ ആയിരിക്കും. പുള്ളിക്ക് അങ്ങനെ തലയിൽ കയറ്റി വെക്കണം. ഒന്നും ചിന്തിക്കണ്ട. കറണ്ട് ബില്ല്, വാടക ഒന്നും കൊടുക്കണ്ട. ചേട്ടാ വാ വാ വാ. നമസ്കാരം. നമസ്കാരം. ഞാൻ വന്ന സ്ഥലം തെറ്റിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, കറക്റ്റ് സ്ഥലത്ത് നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കരുത്. അതല്ലേ? അത് ചേട്ടന്റെ മോനാണോ അതോ മകൾക്കാണോ? ഇനി ചേട്ടനാകും കുഴപ്പമില്ല കേട്ടോ, പറ്റിയ മുളയിലുണ്ട്. ഇത് മകനക്കാണ്. മകനാണ്. മകനാണ്. വെരി ഗുഡ്. എന്താ മോന്റെ പേരെന്താന്ന് പറഞ്ഞേ? എന്റെ പേര് അപ്പു എന്ന് വിളിക്കും. ശരിക്കും പേര് രമേശ് എന്നാണ്. അപ്പെന്നോ? അപ്പു അപ്പു അപ്പു. നല്ല പേര്. ശരിക്കും രമേശൻ അപ്പു അല്ലേ? രമേശൻ അപ്പു. പിന്നെ എന്താണെന്നറിയോ? വയസ്സത്രയും അവന് പ്രായം? അവനിപ്പോ 23 23. 23 കഴിഞ്ഞ് 24ക്ക്. പറഞ്ഞു. പിന്നെ കറക്റ്റ് വെച്ചാല് അവൻ സൗദിയിലുള്ളത്. സൗദിയില. അപ്പോ കറക്റ്റ് ഒരാഴ്ചത്തെ ലീവിനാണ് വരുന്നത്. അതിനെന്താ ഒരാഴ്ചയോ? ഞങ്ങക്ക് 2 ദിവസം. 2 ദിവസം മതി. സിമ്പിൾ. പിന്നെ നമുക്ക് ആകെ ഡിമാൻഡ് എന്താ അറിയോ? അവൻ പറഞ്ഞാല് അച്ഛൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ എന്ന് പറഞ്ഞു. അച്ഛൻ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു. അത് തറവാടിത്തോ. എല്ലാരും അങ്ങനെ തന്നെയാണ്. പറഞ്ഞാ മതി. ഏത് സൈസ് വേണമെങ്കിലും നമ്മളെ കയ്യിലുണ്ട്. ഏതാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അതല്ലേ? എങ്ങനെ നമുക്ക് ഡിമാൻഡ് ചെന്നാല് ഇത് കച്ചറയൊന്നുമല്ലോ, കച്ചറൊന്നുമില്ലല്ലോ. സാധനം ഡീസന്റ് അല്ലേ? അടിപൊളി. ഫ്രഷ് അല്ലേ? ഫ്രഷ് ആവണം. ഫ്രഷ് അല്ലേ? അവൻ എന്താ മാക്സിമം അവൻ ഏരിയ 8 ദിവസമൊക്കെ നാട്ടിൽ നിൽക്കുള്ളൂ. അവനിങ്ങനെ അടിച്ചു പൊളിച്ച് അർമാദിച്ച് ഉപയോഗിക്കും. അതിനുശേഷം പിന്നെ അവനൊരാഴ്ച നാട്ടിലുണ്ടാവും. മാക്സിമം 8 ദിവസം അവൻ അടിച്ചു പൊളിച്ച് ഒരാഴ്ച അർമാദിച്ച് ഉപയോഗിച്ചാല് പിന്നെ അവൻ പോയി കഴിഞ്ഞാല് ഞാനാണ് ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കും. അപ്പൊ ഇതിന്റെ പറഞ്ഞുവിടാ ഈ പരിപാടിക്ക് നിൽക്കണ്ടെന്ന് ലക്ഷണം കേട്ടാ പെണ്ണോട് പറഞ്ഞു. കറണ്ട് ബില്ല് അടക്കാന്ന് ആലോചിച്ച് നോക്കുമ്പോ ഇങ്ങനത്തെ ഉള്ളു പറച്ചോനെ.